ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. എപ്പോഴും ചിക്കനും മട്ടണും ബിരിയാണിയും ഒക്കെ കഴിച്ച് മടുത്തവർക്കും ചിക്കനും മട്ടണും ബിരിയാണിയും ഒന്നും കഴിക്കാതെ നോമ്പ് നോക്കുന്നവർക്കും പറ്റിയ ഒരു അടിപൊളി ചോറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാദാ ബിരിയാണി പോലെ ഒരുപാട് മസാലയൊന്നും വേണ്ടാത്ത ഒരു ടൊമാറ്റോ റൈസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് 1/2 കിലോ അല്ലെങ്കിൽ 2 കപ്പ് കൈമ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിരിയാണി അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1 കപ്പ് തേങ്ങയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അരിച്ച് എടുത്ത തേങ്ങാപ്പാലാണിത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന കണക്കിന് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് എടുത്തു വെച്ചതാണ്. ടൊമാറ്റോ റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ ആണ് അടുത്തായി എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 750 ഗ്രാം ടൊമാറ്റോ എന്നാണ് കണക്ക്. നമ്മളിവിടെ 1/2 കിലോ എടുത്തിട്ടുള്ളതുകൊണ്ട് 375 ഗ്രാം ടൊമാറ്റോ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്തതാണ്. 1 കപ്പ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പകുതി സവാള നമുക്ക് വഴറ്റാനും ബാക്കി പകുതി വറുത്ത് മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഇടാനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 5 പച്ചമുളക് അറ്റം കീറിയെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, പിന്നെ 6 ഗ്രാമ്പു, 1 ഇഞ്ച് നീളത്തിൽ 3 കഷ്ണം പട്ട, അര ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 4 ഏലക്ക, പിന്നെ 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 രമ്പയില അല്ലെങ്കിൽ ബിരിയാണിക്ക ഇലയും എടുത്തു. ഇനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചോറിന് നെയ്യ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് സവാളയിൽ നിന്നും പകുതി സവാള ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ ചോറിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ്. ഈ സവാള ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ ചോറിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ് എടുക്കുന്നത്. സവാള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയം കോരിയെടുക്കാം, അല്ലെങ്കിൽ സവാള ഒന്നുകൂടെ ബ്രൗൺ ആവും. സവാള കോരിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ മൂപ്പിച്ചെടുക്കാം. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത്രയും ഉപയോഗിക്കാവുന്നതാണ്. നട്ട്സ് കൂടുതലിടുന്നത് ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കിസ്മിസും കൂടെ വറുത്തിടാം. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ കിസ്മിസൊന്നും ഉപയോഗിക്കുന്നില്ല, നട്ട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നട്ട്സ് ഇച്ചിരി ലാവിഷായിട്ടിടുന്നത് നല്ലതാണ്. നട്ട്സ് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടും. ബാക്കി നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസിൽ നിന്നും 1/2 കപ്പ് ടൊമാറ്റോ വഴറ്റിയെടുക്കാം. ഇതും ചോറിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ്. ടൊമാറ്റോ ഒരുവിധം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്കിപ്പോൾ ടൊമാറ്റോ വഴന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പെരിഞ്ജീരകം എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. ബേ ലീഫുള്ളവർ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴന്നതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാത്തിനെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നതിന് ശേഷം ഞാൻ ഗോൾഡൻ കമ്പനിയുടെ ബിരിയാണി മസാല, തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി മസാല, അതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ബിരിയാണി മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഇല്ലാത്തവർ മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് നമ്മുടെ മീറ്റ് മസാലയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീറ്റ് മസാല നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക.
ഇനി നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോസ് ചേർത്ത് കൊടുത്ത് വഴറ്റാം. കൂടെ തന്നെ പച്ചമുളകും ബേ ലീഫും ഓൾ സ്പൈസസിൻ്റെ ഇലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഓൾ സ്പൈസസിൻ്റെ ഇല ഉള്ളവർ ചേർക്കുക, ഇല്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ടൊമാറ്റോസ് നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞതിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ 4 കപ്പ് വെള്ളമാക്കി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും സ്വല്പം മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ ചോറിൽ പിടിക്കുമ്പോൾ ചോറിന് ഉപ്പില്ലാതെ വരും. ഇതിലേക്ക് 1 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും 2-3 രമ്പേല അല്ലെങ്കിൽ ബിരിയാണി കൈതയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി അരിച്ച് വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന 2 കപ്പ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേകുന്നതുകൊണ്ട് ഈ ചോറിന് നല്ല രുചിയും നല്ല മയവുമാണ്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ച് ചോറ് വെന്ത് വെള്ളം പറ്റുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് വെള്ളം പറ്റിയിരിക്കുന്ന ചോറിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലയും പുതിനയിലയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് എടുത്തു വെക്കാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം മുകളിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും വിതറി സവാള വറുത്തതും നട്ട്സും അതുപോലെ തന്നെ ടൊമാറ്റോ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതും മുകളിൽ വിതറി സെർവ് ചെയ്യാവുന്നതാണ്. അധികം മസാലയൊന്നും ഇല്ലാതെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറ് നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയും ഈ ചോറൊരു അടിപൊളിയാണെന്ന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. ഈ ചോറിന് ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ചോറ് വളരെ ടേസ്റ്റിയാണ്. നോൺ വെജ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ചിക്കൻ കറിയോ മട്ടൺ കറിയോ കൂട്ടിയും ഈ ചോറ് കഴിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലാതെയും ഈ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചോറാണിത്. സാലഡും പപ്പടവും സമ്മന്തിയും കൂടാതെ നമ്മൾ നേരത്തെ ഒരു ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഒരു സോസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഈ ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത് എല്ലാവരും കാണാൻ മറക്കല്ലേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.